ശ്രദ്ധിക്കുക, ജെൻസിയുടെ ചില ലാംഗ്വേജുകളാണ് ഈ കേൾക്കപ്പെടാൻ പോകുന്നത്. You know, the things that I'm going to say, that is the Gen Z language. ഇവിടെ ഇരിക്കുന്ന ഓൾഡ് ജനറേഷൻ അത് കേൾക്കുമ്പോൾ എന്തോ തോന്നും. You know, the older people might think differently. നമ്മുടെ പുതിയ യൗവനക്കാർ പറയുന്നതാണ് ഇറ്റ്സ് എ ടീ ടൈം. The Gen Z says it's a tea time. Let's cook. Let's cook. He's fired. He's fired. I have beef. Okay, I have beef. He snack. He snacked. She ate. She ate. ഇത്രയും പറഞ്ഞപ്പോൾ ഓൾഡർ ജനറേഷൻ മനസ്സിലാക്കിയത് കുക്കിങ്ങുമായിട്ടും തീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നാണ്. When you hear these words, the older generation thinks that this is something to do with cooking. ഓൾഡർ ജനറേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടേക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ടീ ടൈം, ലെറ്റ്സ് കുക്ക്, ഷീ ഏറ്റ്, ഹീ സ്നാക്ക്, ഹീസ് ഫയർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾഡർ ജനറേഷന് മനസ്സിലായി ഇതെന്തോ കുക്കിങ്ങും കഴിക്കുന്ന കാര്യം ഏതാണ്ടാണെന്നാണ്. When you hear these words, you know, the older thing, there's something to do with cooking and eating. Yeah. പക്ഷെ ജെൻസി ലാംഗ്വേജിൽ അത് ഡിഫറെന്റ് ആണ്. But in the Gen Z language, this is different. ജെൻസി ലാംഗ്വേജിൽ ഇറ്റ്സ് എ ടീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പ് എന്നുള്ളതാണ്. It's a tea time means gossip time. ലെറ്റ്സ് കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഹിം ഡു ഇൻ ഹിസ് ഓൺ വിൽ എന്നുള്ളതാണ്. Let's cook, let him do his way, the way he wants it to do. ഹീ സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് എന്നുള്ളതാണ്. Snack means he's attractive. ഷീ ഏറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ പെർഫോംഡ് വെരി വെൽ എന്നുള്ളതാണ്. She ate means she performed very well. ഐ ഹാവ് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് കോൺഫ്ലിക്റ്റ് വിത്ത് ഹിം എന്നുള്ളതാണ്. When you say I have beef means I have conflict with him. നമ്മൾ ഓർത്തിരുന്നത് ഇത് തീറ്റയുടെ ഏതാണ്ട് കാര്യമാണെന്നാണ്. He thought this was something to do with eating. അതുകൊണ്ടാണ് ഈ സമകാലീന കാലഘട്ടത്തിൽ അവരുടെ ഭാഷ മനസ്സിലാക്കി, അവരുടെ രീതികൾ മനസ്സിലാക്കി, അവരുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സഭയും സമൂഹവും വലിയൊരു പ്രതിസന്ധിയിലാണ്. That's why I say that if we cannot understand their language and cannot understand their emotions, it is very difficult for church to relate to those people.